യേശുനാഥൻ്റെ ജ്ഞാനസ്നാനത്താൽ യേശുവുമായി ബന്ധിതരായിരിക്കുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്ന് തിരുസഭ കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ കൊണ്ടാടുകയാണ്. എല്ലാവർക്കും യേശുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാളിൻ്റെ അനുഗ്രഹ ആശംസകൾ, പ്രാർത്ഥനകൾ നേരുകയാണ്. ക്രിസ്തുനാഥൻ സ്നാപകനിൽ നിന്നും സ്നാനം സ്വീകരിക്കുന്നതാണ് സുവിശേഷം. 5 പാദങ്ങളായി നമുക്ക് ഈ ധ്യാനത്തെ ക്രമപ്പെടുത്താം. ഒന്നാമതായി, രക്ഷയുടെ ചരിത്രം. ദൈവ പദ്ധതി പ്രകാരം തലമുറകളായുള്ള കാത്തിരിപ്പിൻ്റെ ഉത്തരമാണ് ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനം. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-2 അധ്യായത്തിൽ നാം കാണുന്നത് അത്ഭുതകരമായി ദൈവം തൻ്റെ സൃഷ്ടികർമ്മം നടത്തുന്നതും മനുഷ്യനെ സൃഷ്ടിക്കുന്നതും ശേഷം മനുഷ്യൻ ആശ്ചര്യജനകമാംവിധം പാപത്തിൽ നിപതിക്കുന്നതുമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ആദത്തിൻ്റെ വീഴ്ചയോടുകൂടി ദൈവം രക്ഷയുടെ ആദ്യത്തെ രക്ഷാകരമായ ഉടമ്പടി അരുൾ ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നവൻ തന്നെ നിന്റെ തല തകർക്കും എന്ന്. ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യവും ഇതിന് ഉപോദ്ബലകമാണ്. യോഹന്നാൻ്റെ മാമോദിസ ആദ്യ പാപത്തെയും നമ്മിലുള്ള പാപത്തെയും വിശുദ്ധീകരിക്കുവാനുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനമായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയും, പാപപ്പൊറുതിക്കായുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനമായിരുന്നു യോഹന്നാൻ്റേത്. മത്തായി സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയും, അനുതപിക്കുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന വിളിച്ചോതലായിരുന്നു യോഹന്നാൻ്റെ മാമോദിസ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയും, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന്. ലോകപാപങ്ങൾ നീക്കുവാനുള്ള ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ച് തരുന്ന സ്നാനമായിരുന്നു യോഹന്നാൻ്റെ സ്നാനം. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 9-ഉം 8-ാം അധ്യായം 6-ഉം 11-ാം അധ്യായം 32-ഉം 15-ാം അധ്യായം 5 മുതൽ 33 വരെയുള്ള വാക്യങ്ങളുമൊക്കെ ഇതിന് ഉപോദ്ബലകമായി നിൽക്കുന്നതാണ്. 2, ക്രിസ്തുവിന് സ്നാനം നൽകാൻ മടിക്കുന്ന സ്നാപകൻ. മത്തായി സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയും, ഞാൻ നിന്നിൽ നിന്നും സ്നാനം ഏൽക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുക്കലേക്ക് വരുന്നുവോ? അനുതപിക്കുവാൻ പാപം ഇല്ലാതിരിക്കെ അനുതാപത്തിൻ്റെ സ്നാനം കർത്താവ് സ്വീകരിക്കുവാൻ കാരണം യേശുവിൻ്റെ മനുഷ്യാവതാരം യേശുവിന് വേണ്ടി ആയിരുന്നില്ല, മനുഷ്യർക്ക് വേണ്ടി ആയിരുന്നു എന്നതാണ്. ക്രിസ്തു പാപമില്ലാത്തവനാണ് എന്ന് പൂർണ്ണബോധ്യമുണ്ടായിരുന്ന സ്നാപകൻ അതുകൊണ്ടാണ് യേശുവിന് സ്നാനം നൽകുവാൻ മടിച്ചത്. 3, യേശുവിൻ്റെ ഉത്തരം. യോഹന്നാൻ്റെ പ്രതികരണത്തിൽ അത്ഭുതങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ യേശുവിൻ്റെ പ്രതികരണത്തിൽ അത്ഭുതമുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അപ്പോൾ യോഹന്നാൻ സമ്മതിച്ചു. ദൈവത്തിൻ്റെ നീതി ദൈവ സൃഷ്ടിയായ മനുഷ്യന് വേണ്ടി സമ്പൂർണ്ണ സ്നാനം സ്വീകരിച്ച് മിശിഹായുടെ രക്ഷാകര ദൗത്യത്തിന് ക്രിസ്തു ഒരുങ്ങുകയായിരുന്നു അതുവഴി. അതിനായി മിശിഹ പാപികളുമായി താദാത്മ്യപ്പെടുകയായിരുന്നു ഈ സ്നാനം വഴി. 4, പരിശുദ്ധാത്മാവിൻ്റെ കടന്നുവരവ്. സ്വർഗം തുറക്കുന്നു. ക്രിസ്തുവിന് പിതാവുമായി ഉണ്ടായിരുന്ന ഐക്യവും ബന്ധവുമാണ് ക്രിസ്തുവിലൂടെ മാനവരാശി സ്വർഗത്തിലേക്ക് കടക്കുവാൻ സ്വർഗം തുറക്കപ്പെടുന്നതിന് കാരണം. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപത്തിൽ നിബന്ധിച്ചത് കാരണം കൊട്ടിയടയ്ക്കപ്പെട്ട ദൈവബന്ധം മനുഷ്യന് വേണ്ടി വീണ്ടും ക്രിസ്തുവിലൂടെ തുറക്കപ്പെടുന്നു. അതിനായി പരിശുദ്ധാത്മാവിനെ ദൈവം യേശുവിന് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. 5, സ്വർഗപിതാവിൻ്റെ സ്വരം.
നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സങ്കീർത്തനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയും, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയും, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം, ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും എന്ന്. യേശുവിൻ്റെ ജ്ഞാനസ്നാനം തിയോഫനി അനുഭവമാണ്, അതായത് മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്. അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി. ത്രിത്വൈക സാന്നിധ്യം, ത്രിയേക ദൈവത്തിൻ്റെ ദൗത്യസമ്പൂർണതയും ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനത്തിൽ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. പിതാവായ ദൈവത്തിൻ്റെ സംപ്രീതി, പുത്രനായ ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള സ്നാനസ്വീകരണം, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ആവാസം. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ഈ ജ്ഞാനസ്നാന തിരുനാളിൽ നമുക്ക് ക്രിസ്തുവുമായി ഐക്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ജ്ഞാനസ്നാനത്തിനൊത്ത ജീവിതവും ദൗത്യവും നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജീവനുള്ള ബലിയായി സമർപ്പിക്കുന്നു എന്നെ പൂർണ്ണമായി. ദൈവാത്മാവേ വരേണമേ, എന്നെ ദഹിപ്പിക്കുമഗ്നിയായി. ശ്വാസത്താൽ എന്നെ നിറയ്ക്കണേ, ഓടും കാറ്റായി എന്നിൽ വീശണേ. റൂഹായേ നീ വരേണമേ, ആഴങ്ങളിൽ കത്തുന്ന കൃപ നൽകണേ. സർവശക്തിയോടെ അഭിഷേകം ചെയ്തിടണേ, എന്നിൽ കത്തിജ്വലിക്കണമേ. ദൈവാത്മാവേ ദൈവാത്മാവേ, തീയായി എന്നിൽ വരണേ, എന്നിൽ വരണേ. അഭിഷേകം ചെയ്തിടണേ, ദൈവാത്മാവേ. ജീവനുള്ള ബലിയായി സമർപ്പിക്കുന്നു എന്നെ പൂർണ്ണമായി. ദൈവാത്മാവേ വരേണമേ, എന്നെ ദഹിപ്പിക്കുമഗ്നിയായി. ജീവജലം എന്നിൽ ഒഴുക്കണേ, നിന്നിൽ മുങ്ങി നീന്തുവാൻ കൃപ ഒഴുക്കണേ. റൂഹായേ നീ വരേ
ശക്തിയോടെ എന്നിൽ വർഷിക്കണേ. തീയായി എന്നിൽ വരണേ. അഭിഷേകം ചെയ്തിടണേ. എന്നിൽ കത്തിജ്വലിക്കണമേ. ദൈവാത്മാവേ ദൈവാത്മാവേ തീയായി എന്നിൽ വരണേ. അഭിഷേകം ചെയ്തിടണേ. എന്നിൽ കത്തിജ്വലിക്കണമേ. ദൈവാത്മാവേ ദൈവാത്മാവേ